അധ്യക്ഷ, പഞ്ചായത്ത് പ്രസിഡന്റ് രമണി ചേച്ചി, അതുപോലെ ടോമി ചേട്ടൻ, പൗലോസ് മാഷ്, മറ്റെല്ലാവർക്കും എന്റെ നമസ്കാരം. നമ്മൾക്കറിയാം, അതറിന്റെ ചികിത്സയോടനുബന്ധിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് കലാ സാംസ്കാരിക വേദി നമ്മുടെ പൂയം ഉത്സവത്തോടനുബന്ധിച്ച് അവരുടെ പ്രയത്നം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, ചെറായി ഗംഭീര ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ബന്ധപ്പെട്ടതാണ്. അതെല്ലാം മറന്നുകൊണ്ട് ഇവർ നടത്തിയ ഈ യജ്ഞം എന്ന് തന്നെ പറയാം. പ്രത്യേക ആശംസകൾ നേരുകയാണ്. അതുപോലെ ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന്. അതിന് പ്രത്യേക സന്തോഷമുണ്ട്. അതറിന്റെ ചികിത്സക്കായിട്ട് നമ്മൾ 15 കോടി രൂപയാണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടത്. അത് 15 കിലോ ആകുന്നതിന് മുമ്പ് നമ്മൾക്ക് 15 കോടി രൂപ സമാഹരിക്കേണ്ട ലക്ഷ്യമുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞ 1 കോടി രൂപയോളം നമ്മൾക്ക് സമാഹരിക്കാനായിട്ടില്ല. പള്ളിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ച് എല്ലാ 23 വാർഡിലും 23-ാം തീയതി ഫണ്ട് സമാഹരണത്തിന് എല്ലാവരും 23-ാം തീയതി തന്നെ ഇറങ്ങും. അതിനുള്ള സംഘാടക സമിതി ഇന്ന് എല്ലാവരും രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ 11-ാം വാർഡിലും രാവിലെ സംഘാടക സമിതി രൂപീകരിച്ച് 5 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് 23-ാം തീയതി ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് നമ്മുടെ താളം ഓർക്കസ്ട്ര അവർക്കും ഞാൻ പ്രത്യേക ആശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വളരെയേറെ ഭാരിച്ച തുക കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിലും നടന്നു വരുന്നതായി മുൻകാലങ്ങളിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു സംഭവം അറിയുന്നത് തന്നെ ഇതിന് ചികിത്സാ സഹായത്തിന് വേണ്ടി കുഞ്ഞതറിവിന്റെ ചികിത്സാ സഹായത്തിനുള്ളൊരു യോഗം പള്ളിപ്പുറം സർവീസ് ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ ആദ്യമായി കൂടാൻ തീരുമാനിച്ചപ്പോഴാണ് ഇത്ര വലിയൊരു ദൗത്യം ആരംഭം കുറിക്കുന്നത്. അന്നത്തെ യോഗത്തിൽ ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, മറ്റാളുകളൊക്കെ പങ്കെടുത്തിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോയപ്പോൾ അല്പം പകച്ചാണ്. ആ പകപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. പകച്ചാണ് നമ്മളിപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് തുടക്കം കുറിച്ചത്. ഇത്ര വലിയൊരു തുക എങ്ങനെ സംഘടിപ്പിക്കും? എന്താണ് ഇതിനുള്ള മാർഗം? അങ്ങനെ ഒരു സാധാരണ ചികിത്സാ സഹായങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്ര വലിയൊരു സംഖ്യ എങ്ങനെ ഉണ്ടാക്കും? അതിന് എത്ര തലം പറയുന്ന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കേണ്ടി വരും? അങ്ങനെയുള്ള ആലോചനയുടെ ഫലമായി സയൻസ് പറഞ്ഞു, നമുക്ക് പരിശ്രമിച്ചാൽ പല മേഖലകളിലും കൂട്ടായി ആലോചിച്ച് പരിശ്രമങ്ങൾ നടത്തിയാൽ വിജയിപ്പിക്കാൻ കഴിയുമെന്ന സൈറ്റിന്റെ ആത്മവിശ്വാസം. അതോടൊപ്പം തന്നെ നമ്മൾ ബന്ധപ്പെട്ട് ഇതിനോട് അറിയാവുന്ന ആളുകളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു തന്ന നിരവധി മാർഗങ്ങൾ കേട്ടപ്പോഴാണ് ഇതിനു വേണ്ടി എത്ര ബുദ്ധിമുട്ടിയാലും ഇതിനു വേണ്ടി ഇറങ്ങി വിജയിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇതിന്റെ സംഘാടക സമിതി പലവട്ടം കൂടുകയും ഇതിനുള്ള പരിപാടികളൊക്കെ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച അത്രയൊന്നും പ്രതീക്ഷിച്ചതിന് ആവശ്യമായ തുക സംഭരിക്കുന്നതിന് അടുത്തൊന്നും എത്തിയിട്ടില്ല. പക്ഷെ അതെത്തും. മനസ്സ് പറയുന്നു, നമ്മൾ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് വിജയിക്കാനുള്ള ഒരു പ്രവർത്തനമാണ്. അതിലേതൊക്കെ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും അതൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് ഓരോ തലങ്ങളിലേക്കും ഇത് ജനമനസ്സുകളിലേക്ക്, ലോകത്തിലുള്ള പ്രത്യേകിച്ച് ലോകത്തിലുള്ള മലയാളികളുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ കലാ സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരെ ഉത്തരഖണ്ഡം പ്രശംസിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. കലാ സാംസ്കാരിക വേദിയാണ് നമുക്ക് ഈ ഫണ്ട് പിരിക്കാനും ഫണ്ട് പിരിച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും നമ്മളെ സഹായിച്ചിട്ടുള്ളത്. അതോടെ സാംസ്കാരിക വേദിയുടെ ഭാരവാഹികൾ ടോമി ചേട്ടനെ ഈ ഇവിടെ സൂചിപ്പിച്ചു ബാങ്കിലിട്ട് എങ്കിലും ആളുകൾ അറിയുന്നതിന് വേണ്ടിയുള്ള ചെക്ക് കൈമാറുകയാണ്. ടോമി ചേട്ടനെയും സാംസ്കാരിക വേദി ഭാരവാഹികളെയും ക്ഷണിക്കുന്നു. കലാ സാംസ്കാരിക വേദി പൂയത്തിൻ്റെ അന്നും ഉത്സവത്തിൻ്റെ അന്നും പിരിച്ച തുക
1,52,122 രൂപയാണ്. ആ തുക മുഴുവൻ തുകയും ബാങ്കിൽ നിക്ഷേപിച്ചു. ഇതിനുവേണ്ടി ചെലവ് വന്നിട്ടുള്ള 10,000-ഓളം രൂപ കലാ സാംസ്കാരിക വേദി എന്ന സംഘടനയുടെ ഇതായിട്ടാണ് ചെലവ് ചെയ്തിട്ടുള്ളത്. 1,52,122 രൂപയുടെ രേഖ ഡെപ്പോസിറ്റ് ചെയ്ത രേഖയാണ് ഇപ്പോൾ ടോമി ചേട്ടന് സജിത്തിന്റെ സാന്നിധ്യത്തിൽ കൈമാറുന്നത്. ചെറായി അമ്പലത്തിലെ ഒരു ജനകീയ വികാരമാണ്. എൻ്റെയൊക്കെ തലമുറയിലെ ബാല്യ കൗമാര യൗവന സ്വപ്നങ്ങൾ ഈ അമ്പലവുമായി ബന്ധപ്പെട്ടു. ബാല്യം ഈ ക്ഷേത്രമുറ്റത്ത് കളിക്കുകയും കൗമാരത്തിലൂടെ പന്ത് തട്ടി കളിക്കുകയും യൗവനത്തിൽ ഈ പൂഴിയിൽ മലർന്നു കിടന്ന് സ്വപ്നങ്ങൾ കാണുകയും ചെയ്ത ഒരു വൈകാരികമായ ബന്ധം ഈ ക്ഷേത്രത്തോടും ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടും എല്ലാ മനുഷ്യർക്കുമുണ്ട്. മനുഷ്യനേതായാലും മതമേതായാലും മനുഷ്യൻ ഒന്നാകാൻ ഉദ്ബോധിപ്പിച്ച ഒരു മഹാമനീഷിയുടെ മണൽത്തട്ടിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ല. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഒന്നിച്ച് പൊട്ടിച്ചിരിച്ച് ഒന്നിച്ച് സങ്കടങ്ങൾ പറഞ്ഞ് പിരിഞ്ഞു പോയ എത്രയോ നിമിഷങ്ങൾ. അതുകൊണ്ട് ഇവിടുത്തെ ഉത്സവം നമുക്കാർക്കും ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. ഉത്സവത്തിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരാളായി അലിയാനും അതിൻ്റെ തിരക്കുകൾക്കിടയിലൂടെ നടന്നു നീങ്ങുമ്പോഴൊക്കെ മേളവും ആഘോഷവും മാത്രമല്ല, നമ്മുടെ ഓർമ്മകളുടെ തിടമ്പേറ്റി നിൽക്കുന്ന ഓർമ്മകളിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം. ഈ ക്ഷേത്രത്തിലെ ഉത്സവം, അതിൻ്റെ ലഹരി, അതിൻ്റെ ഹർഷോന്മാദം, അതിൽ ലയിക്കണ്ട എന്ന് തീരുമാനിച്ചു. ഒരു കൂട്ടം ആളുകൾ വഴിയുടെ ഒരു വശത്ത് നിൽക്കേണ്ട, മനുഷ്യത്വമാണ് മനുഷ്യൻ എന്ന് പഠിപ്പിച്ച ഗുരുസ്വാമി പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രത്തിൻ്റെ ഇടവും വലവും 48 മണിക്കൂർ അവർ ഒരു പ്ലക്കാർഡുമായി നിന്നു. ഉറക്കമില്ലാതെ വെയിലേറ്റ് പുലർച്ചയുടെ മഞ്ഞേറ്റ് അവർ ഒരു പ്ലക്കാർഡ് കയ്യിൽ പിടിച്ച് മറുകൈയിൽ ഒരു ബക്കറ്റുമായി വന്നു പോകുന്ന മനുഷ്യരോടൊക്കെ യാചനയുടെ ശബ്ദത്തിൽ പറഞ്ഞു, ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ, ഒരുതുന്ന ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളിതിൽ എന്തെങ്കിലും തന്നു പോകണം എന്ന് പറഞ്ഞ് ഈ തെരുവിൻ്റെ ഇരുവശത്ത് നിന്ന അവർക്കെല്ലാവർക്കും പേരുകളുണ്ട്. പക്ഷേ അവരെല്ലാം കൂട്ടിച്ചേർത്ത് ഒറ്റ പേര് മാത്രമേ വിളിക്കാനുള്ളൂ, മനുഷ്യൻ. മനുഷ്യൻ എന്താണെന്നും മനുഷ്യത്വം എന്താണെന്നും കാണിച്ചു തന്നവർ. ഈ ലോകം സൃഷ്ടിക്കുന്നത് വലിയ മനുഷ്യരല്ല, നമ്മുടെ ജീവിതം ജീവിക്കാൻ കൊള്ളാവുന്നതാക്കുന്നത് നമുക്കിടയിലുള്ള സാധാരണ മനുഷ്യരാണ്, നമുക്കിടയിലുള്ള ചെറിയ മനുഷ്യരാണ്. വലിയ മനുഷ്യരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ കാലത്ത് ഒരു വലിയ മനുഷ്യരെ ഉണ്ടാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് പാചകവിധികളിൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത് പോലെ വലിയ മനുഷ്യരെ ഉണ്ടാക്കാൻ ഇപ്പോൾ അതിൻ്റെതായ പാചക വിധികളുണ്ട്. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും PR ഏജൻസികളും ഉണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും വലിയ മനുഷ്യനായി ഈ ലോകത്ത് മാറാൻ കഴിയും. പക്ഷെ ചെറിയ മനുഷ്യനാവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമില്ല. വഴിയരികിൽ ഒരു സൈക്കിൾ വീണാൽ അവിടേക്ക് ഓടിയെത്തുന്ന മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അയൽ വീട്ടിൽ അസമയത്തൊരു കരച്ചിലുയർന്നാൽ ഓടിയെത്തുന്ന ഒരു മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതവർ ക്യാമറയ്ക്ക് വേണ്ടി നടത്തുന്നതല്ല, അതവർ പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്നതല്ല, അതവർ നാളത്തെ രാഷ്ട്രീയ മൂലധനത്തിന് വേണ്ടി മുടക്കുന്നതല്ല. അതവരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ മനുഷ്യത്വം. മനുഷ്യൻ എന്ന വാക്ക് പറയുമ്പോൾ
ഓർത്തു പോകുന്നത് ബഷീറിന്റെ ഒരു കഥയാണ്. ആ കഥയുടെ പേര് പോലും മനുഷ്യൻ എന്നാണ്. ബഷീർ അനുഭവം തന്നെയാണ്. ബഷീർ മദ്രാസിൽ കാശില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് എവിടെ നിന്നോ കുറച്ച് പൈസ കിട്ടിയത് പേഴ്സിലാക്കി അതേ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ബില്ല് വന്ന് കൗണ്ടറിൽ ബില്ലടയ്ക്കാൻ ചെന്നപ്പോൾ പോക്കറ്റിൽ തപ്പിയപ്പോൾ ജുബയുടെ പോക്കറ്റിൽ തപ്പിയപ്പോൾ പേഴ്സില്ല. പേഴ്സ് പ്രിയമുള്ളവരെ, നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട്. രണ്ടാഴ്ച കാലം ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഓടുമ്പോൾ ഞങ്ങളെ വാത്സല്യപൂർവ്വം കണ്ട ഒരുപാട് പേര് നന്ദി പറയാനുണ്ട്. ഇതിലേറെ പ്രധാനപ്പെട്ടത് നമുക്ക് മുനമ്പം പോലീസാണ്. മൈക്ക് സാങ്ഷനുമായി ബന്ധപ്പെട്ടും നമുക്ക് ഈ പരിപാടി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് മുനമ്പം പോലീസിൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. മുനമ്പം പോലീസിനോട് നന്ദി പറയുകയാണ്. പിന്നെ ഇതിൻ്റെ ഈ അനൗൺസ്മെൻറ്റിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി തന്നിട്ടുള്ളത് പൗലോ സാറാണ്. MM പൗലോ സാറിനോടുള്ള നന്ദി വെറും വാക്കുകൾ ഒതുങ്ങുന്നതല്ല. ഔപചാരികതയ്ക്ക് വേണ്ടി സമ്മേളനത്തിൻ്റെ നടപടിക്രമം എന്നുള്ള നിലയ്ക്ക് സാറിനോടുള്ള നന്ദി കലാസാംസ്കാരിക വേദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇതിൻ്റെ ശബ്ദം നൽകിയിട്ടുള്ളത് 3 പേരാണ്. ഒന്ന് ബിജു മുനമ്പം, രണ്ടാമത് മീനു റോസ് എന്ന വാചാകളുള്ളൊരു കുട്ടിയാണ്. പിന്നെ ബേബി ആവണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ഇങ്ങനെ 3 പേരാണ് നമുക്കിതിൻ്റെ ശബ്ദം തന്നിട്ടുള്ളത്. ഇവരാരും തന്നെ 5 പൈസ നമ്മളോട് മേടിച്ചിട്ടില്ല. അതൊന്നും മേടിക്കാതെയാണ് 1-2 ദിവസം വന്ന് ഈ സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡിംഗ് നടത്തിയിട്ടുള്ളത്. അവരോട് ഈ 3 പേരോടും ഉള്ള നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ റെക്കോർഡിംഗ് നടത്തിയ സ്റ്റുഡിയോ ശ്രീ പ്രേമനാണ്, ഇടവനക്കാടത്തെ പ്രേമനാണ് ഇതിൻ്റെ റെക്കോർഡിംഗ് നടത്തിയത്. പി മ്യൂസിക്കൽ സ്റ്റുഡിയോ ഇടവനക്കാട് വാച്ചാക്കൽ ആണ് നമുക്കിതിൻ്റെ റെക്കോർഡിംഗ് നടത്തി തന്നിട്ടുള്ളത്. പ്രേമനോടുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കുറേ ദിവസത്തോളം പ്രേമൻ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ 2 സ്ഥലത്ത് 2 സെന്ററുകൾ പ്രവർത്തിക്കുന്നതിന്, കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ സ്ഥലവും അതിനാവശ്യമായ വൈദ്യുതി തന്ന് സഹായിച്ചിട്ടുള്ളത് ഒന്ന് സോണി പാത്തിപ്പറമ്പിലാണ്, പിന്നെ ഷൈലൻ നായർവരം. ഇവരോട് 2 പേരോടുമുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. ഇതിൻ്റെ പ്രവർത്തനത്തിന് ആദ്യം മുതൽ തന്നെ ഞങ്ങളോട് എല്ലാവിധ സഹായങ്ങളും തന്ന്, ഉപദേശങ്ങളും തന്ന്, നിർദ്ദേശങ്ങളും തന്ന് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത് അഡ്വക്കേറ്റ് KV എബ്രഹാമാണ്. ഇത് ഈ യോഗത്തിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ ഒരു ആവശ്യം മൂലമാണ് അദ്ദേഹം പങ്കെടുക്കാതിരുന്നത്. അഡ്വക്കേറ്റ് KV എബ്രഹാമിനോടുള്ള നന്ദി, കലാസാംസ്കാരിക വേദിക്കുള്ള നന്ദി അഗൈതവുമാണ്. അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇതിൻ്റെ 2 കേന്ദ്രങ്ങളിൽ 2 ദിവസം ശബ്ദം വെളിച്ചവും തന്ന് നൽകിയത് കുമാരനെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് ഒരു ബാർഗെയിനിങ് നടത്തി. വാടക സംബന്ധിച്ച് കുമാർ പറഞ്ഞ ബാർഗെയിനിങ്ങിന് ഒന്നിനുമില്ല, എനിക്ക് പകുതി കാശ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാടക പകുതി പോലും എടുക്കാതെയാണ് നമുക്ക് ഇതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്ന കുമാറിനോടുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. പിന്നെ BB സഭയുടെ സെക്രട്ടറി ഷെല്ലി ഞങ്ങളെ പല വിധത്തിൽ സഹായിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പല വിധത്തിലും. ഇവിടെ ഉത്സവത്തിൻ്റെ അന്ന് പുറമേ നിന്നുള്ളൊരു അനൗൺസ്മെന്റ് നടത്താൻ അനുവദിക്കാറില്ല. പക്ഷെ നമ്മൾ ഷെല്ലിയോട് പറഞ്ഞപ്പോൾ ഷെല്ലി പറഞ്ഞു അത് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി സഹായം ചെയ്തു തന്ന ഷെല്ലിയാണ്. ഷെല്ലിയോടുള്ള നന്ദി അഗൈതമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. VV പ്രസ് നമ്മളെ ഈ തൊപ്പിയുടെ ക്യാപ്പിൻ്റെ ഷോൾഡർ ഹോൾഡർ നൽകി സഹായിച്ചത് VV പ്രസ്സാണ്. പ്രസ്സിലെ പ്രവർത്തകരോടും പ്രസ്സിനോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ വടക്കേ കേന്ദ്രത്തിന് വേണ്ട വൈദ്യുതി തന്നത് വിനീഷാണ്. വിനീഷ് പല വിധത്തിലും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. 2 സ്ഥലത്തും ആവശ്യമായ 12 സെറ്റുകൾ തന്ന് സഹായിച്ചിട്ടുള്ളത് പന്തൽസിദ്ധേരൻ ശശിചേട്ടനാണ്. ശശിചേട്ടനോട് വാടകയും കൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ ശശിചേട്ടൻ ഞങ്ങളെ തിരിച്ചയക്കണേതാണ്. വാടകയൊന്നും വേണ്ട,
അത് ഞാൻ സഹിച്ചോളാം, അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല, എൻ്റെ സംഭാവനയായിട്ട് കരുതിയാൽ മതി. അങ്ങനെ ഒരുപാട് പേര്, ഇനിയുള്ള ഒരുപാട് പേര് നമ്മളെ സഹായിച്ചത്. വാസ്തവത്തിൽ ഏതാണ്ട് 10-15,000 രൂപയോളം ചെലവ് വരുന്ന സ്ഥലത്താണ് നമുക്കൊരു 10,000 രൂപയ്ക്ക് താഴെ ഇതിന്റെ ചെലവുകൾ വന്നിട്ടുള്ളത്. ആ ചെലവ് കലാ സാംസ്കാരിക വേദി നേരിട്ടെടുത്ത് ചെയ്തിട്ടുള്ളതാണ്. 1,52,122 രൂപ ഗൂഗിൾ പേ അല്ലാത്തുള്ള തുകയാണ്. ഗൂഗിൾ പേ വന്നിട്ടുള്ളതിന്റെ കണക്ക് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അതും കൂടി വരുമ്പോൾ ഏകദേശം കുറെ തുകയും കൂടി ഗൂഗിൾ പേ വന്നിട്ടുണ്ട്. അതും കൂടി വരുമ്പോൾ നല്ലൊരു നമുക്ക് പിരിപ്പിക്കാൻ കഴിയുന്ന അതിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പ്രവർത്തകർ കുറവായിരുന്നെങ്കിലും ഉള്ള പ്രവർത്തകർ ആത്മാർത്ഥതയോടെ 2 ദിവസവും ഇതിനോടൊപ്പം നിന്നിട്ടുണ്ട്. പിന്നെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി അജയനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നേരത്തെ തന്നെ വന്ന് ഇവിടെ ഇരുന്ന് നമ്മളോട് സഹകരിച്ച ടോമി ചേട്ടനുള്ള നന്ദി, കലാ സാംസ്കാരിക വേദിക്കുള്ള നന്ദി അഗൈതമാണ്, അത് രേഖപ്പെടുത്തുന്നു. ഒപ്പം പൗലോസാറോട് പറഞ്ഞാൽ തീരാത്തത്രയും നന്ദി ഞങ്ങൾക്കുണ്ട്. അദ്ദേഹത്തോട് വീണ്ടും നന്ദി രേഖപ്പെടുത്തുന്നു. സുമ പഞ്ചായത്ത് മെമ്പറോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇതിനോടൊപ്പം നിന്ന കലാ സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരല്ലാത്ത കുറെ ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. കുറെ പേര്, അവരെ പേരെടുത്ത് പറയണമെങ്കിൽ കുറെ പേരുണ്ട്. അവരോടെല്ലാവരോടും ജിജി അടക്കമുള്ള ആളുകളോടുള്ള നന്ദി നമ്മൾ രേഖപ്പെടുത്തുകയാണ്. വെയിൽ കൊണ്ട് വേർത്ത് അവശതയായപ്പോൾ പോലും 5 പൈസത്തെ ഭക്ഷണത്തിനോ മറ്റൊരു കാര്യത്തിനോ എടുക്കാതെ സ്വന്തം കയ്യിൽ നിന്ന് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നിട്ടുള്ളത്. അവരെല്ലാവരെയും ഞങ്ങൾ കലാ സാംസ്കാരിക വേദിക്ക് വേണ്ടി സ്നേഹാഭിവാദ്യം ചെയ്യുന്നു. ഒപ്പം നാട്ടിലെ ഒരുപാട് ജനങ്ങൾ ഇവിടെ ഇത് അനൗൺസ്മെന്റ് കേട്ടിട്ടുള്ള പലരും തെക്ക് ഭാഗത്തുള്ള ഒരു സ്ത്രീ, പ്രായമുള്ള ഒരു സ്ത്രീ നടന്നു പോയിട്ട് ലോട്ടറി വിറ്റാണ് അവർ ഉപജീവനം നടത്തുന്നത്. അവര് നടന്നു പോയിട്ട് രമേശേട്ടന്റെ കയ്യിൽ ആ ബക്കറ്റിൽ കൊണ്ടുവന്ന് കുറച്ച് പൈസ ഇട്ടു. അങ്ങനെ ഒരുപാട് പേര് നമ്മളോട് പേരറിയാത്ത ഒരുപാട് പേര്, മനുഷ്യരായിട്ടുള്ള കുറെ ആളുകൾ ഞങ്ങളെ